Hi, Namaste. Welcome back. Yes, welcome back to my channel. Vinchena. ബാങ്ക് നിഫ്റ്റിയുടെയും കണ്ടിന്യൂവേഷൻ പോയ മാർക്കറ്റിൽ മോർണിംഗിൽ നിന്ന് കിട്ടിയ എൻട്രിയും അതായത് ഗ്യാപ്പിൽ ഓപ്പൺ ആവുന്ന മാർക്കറ്റിൽ എവിടെ എൻട്രി എടുക്കണം എന്ന് എങ്ങനെ മനസ്സിലാക്കാം. അതോടൊപ്പം ഇന്നത്തെ നിഫ്റ്റിയുടെ ട്രേഡ് നമ്മുടെ സോഫ്റ്റിൽ കാണിച്ച പെർഫോമൻസ് ആണ്. ഇന്ന് മാർക്കറ്റ് ബൈ സൈഡ് തന്നെ കണ്ടിന്യൂവേഷൻ ആയിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 8th ഏപ്രിലെ പെർഫോമൻസ് ആണ്. ഇന്ന് കണ്ടിന്യൂവേഷൻ മാർക്കറ്റായിരുന്നു. മാർക്കറ്റ് ബൈ തന്നെ ആണ് പോയത്. എന്നാൽ നല്ലൊരു വോളിയം മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല. മോർണിംഗിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് അപ്പിലേക്ക് കയറിയെങ്കിലും നമുക്ക് മാർക്കറ്റ് കണ്ടിന്യൂവേഷൻ, അത് കഴിഞ്ഞ കണ്ടിന്യൂവേഷൻ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ബുള്ളിഷ് ട്രേഡ് തന്നെയായിരുന്നു. മാർക്കറ്റ് ബൈ സൈഡ് തന്നെയായിരുന്നു. അപ്പോൾ നിഫ്റ്റിയുടെ ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 23,900 കോൾ ഓപ്ഷൻ, അതേപോലെ 24 രണ്ടിനെയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ മോർണിംഗിൽ നമുക്ക് ഗ്യാപ്പിൽ ഓപ്പണായ മാർക്കറ്റിൽ നിന്ന് നമ്മൾ റിട്രേസ്മെൻറ്റിൽ നിന്ന് 184 നിന്ന് നമ്മൾ 24,000 എടുത്തത് 219 വരെ ഒറ്റക്കയറ്റം മാർക്കറ്റ് പോയി. അത് കഴിഞ്ഞ് പിന്നെയും മാർക്കറ്റ് കയറി. നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു എൻട്രി ആയിരുന്നു. നമുക്ക് 1-2 എൻട്രികളുള്ള മോർണിംഗിൽ എൻട്രി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെയും മാർക്കറ്റ് 1.5 ശേഷം പിന്നെയും മാർക്കറ്റ് കയറിപ്പോയി. അവിടെ നിന്ന് അപ്രോക്സിമേറ്റ് നമ്മൾ 227 വരെ കയറിയ ശേഷം പിന്നെ തിരിച്ചിറങ്ങിയിട്ട് രണ്ടാമത് പിന്നെയും പോവുകയാണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ 3 ഫസ്റ്റ് ടാർഗറ്റ്, ലാസ്റ്റ് കൊടുത്ത സിഗ്നലിൽ നിന്ന് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ നല്ലൊരു വോളറ്റിലിറ്റി എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ മാർക്കറ്റിന് നമുക്ക് റിട്ടേൺ വന്നിട്ടുമുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. അതുപോലെ 23,900 അത് മോർണിംഗിൽ ആ എൻട്രി 241 നിന്ന് 280 വരെ ഫസ്റ്റ് നമുക്ക് പോയി. അത് കഴിഞ്ഞ ശേഷം മാർക്കറ്റ് പിന്നെയും ബൈ ട്രേഡ് കയറിപ്പോയി. അത് 287 വരെ പിന്നെയും കയറി. രണ്ടാമത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 293 വരെ പോയ ശേഷം ഇപ്പോൾ തിരിച്ച് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി പിന്നെയും കയറാൻ ശ്രമിക്കുന്നു. അപ്പോൾ ബൈ സൈഡിനെ കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് കയറുന്നുണ്ടെങ്കിൽ അത്രയും തന്നെ റിവേഴ്സ് ഇറങ്ങിയിട്ടാണ് തിരിച്ച് കയറുന്നത്. അതായത് ബൈക്കൊരു സ്ട്രോങ് വോളിയം എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ റിട്ടേൺ ഉണ്ട് തന്നെ. നമുക്ക് ബൈ തന്നെ ഹോൾഡ് ചെയ്യാൻ സോഫ്റ്റ് അവിടെ കറക്റ്റ് ഇൻഡിക്കേഷൻ തന്നിട്ടുമുണ്ട്. അപ്പോൾ അതിൽ സൈഡ് വേസ് മാർക്കറ്റ് ആകുമ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്യണോ തിരിച്ച് റിവേഴ്സ് പോവാതെ എങ്ങനെ ചെയ്യണം എന്ന് കറക്റ്റായിട്ട് സോഫ്റ്റിൽ അത് കാണിച്ചു തരും. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ഇതിൽ ഗ്രീൻ കളർ അപ്പാരമാണ് ബൈ, റെഡാണ് സെല്ല്. ഇപ്പോൾ സെല്ല് വരുന്ന സമയത്ത് നമുക്ക് ക്യാൻഡിൽ കളർ റെഡ്, താഴത്തെ കൺഫർമേഷൻ ബാർ റെഡ് വേണം. എന്നാലും നമുക്ക് ഒന്നിച്ച് കൺഫേം ആയാലും ട്രേഡ് എടുക്കാം. അപ്പോൾ ഇത് നിഫ്റ്റി പ്രകാരം നോക്കുമ്പോൾ ഇവിടെ സെല്ല് വന്നാൽ കൺഫേം അല്ല, താഴെ മെല്ല് ഓക്കെ അല്ല. അപ്പോൾ അതിന് ട്രേഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കൺഫേം ആകുമ്പോഴത്തേക്കും റെഡ് മാച്ച് ആവും. അവിടെ നിന്ന് നമ്മൾ ട്രേഡ് എടുത്താൽ മതി. ഇപ്പോൾ ലാസ്റ്റ് വന്ന ബൈ സിഗ്നൽ പ്രകാരം മാർക്കറ്റ് കയറിയിട്ടുണ്ട്. എന്നാൽ അവിടെ ഒരു വോളിയം ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു ട്രേഡ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പ്രീമിയത്തിൽ നമുക്ക് അവിടെ ചെറിയ റിട്ടേൺ വന്നിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ലേറ്റസ്റ്റ് വേർഷൻ 8.1. അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ള ലൈവ് സെക്ഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.